തിരക്കേറിയതോ വളഞ്ഞു പുളഞ്ഞതോ ആയ ഏതുതരം വഴിയായാലും സ്വയം നിയന്ത്രിച്ചു മുന്നോട്ടു പോകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുള്ള കാറുകളാണ് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ. ഗൂഗിൾ അടക്കം വിവിധ കമ്പനികൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വികസിപ്പിക്കാൻ പരീക്ഷണങ്ങൾ തുടരുകയാണ്. അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ല, ഗൂഗിളിന്റെ സെൽഫ് ഡ്രൈവിംഗ് കാർ കമ്പനി വെയ്മോ, മെഴ്സിഡസ് ബെൻസ് തയ്യാറാക്കിയ ഇക്യൂസ് എന്ന സെഡാൻ എന്നിങ്ങനെ നിരവധി പേർ ഈ രംഗത്തുണ്ട്. ശക്തമായ മത്സരം നേരിടുന്ന ടെസ്ല ഇന്ത്യയിൽ എന്നെത്തും? ഇന്ത്യയിലെ റോഡുകളിലേക്ക് ഇതെത്തിയാലുള്ള അവസ്ഥ എന്താകും? അത് സ്വീകരിക്കാൻ വഴിയൊരുക്കുമോ ഇന്ത്യ? ലോകത്ത് പ്രത്യേകിച്ച് ചൈനയിൽ മസ്കിന്റെ സ്വീകാര്യത എങ്ങനെ? എല്ലാം വിശദമായി നോക്കാം. ലോകത്ത് പൂർണ്ണമായും സെൽഫ് ഡ്രൈവിംഗ് സവിശേഷതയുള്ള കാറുകൾ ഇന്നുവരെ വന്നിട്ടില്ല എങ്കിലും അമേരിക്കൻ ടെക് ഭീമൻ ഇലോൺ മസ്കിന്റെ ടെസ്ലയുടെ കാറുകൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചൈനയിലും ടെസ്ല ഉടമ മസ്കിന്റെ പ്രശസ്തി തീരെ കുറവല്ല. ചൈനീസ് സമൂഹ മാധ്യമമായ വെയ്ബോയിൽ മസ്കിന് 2.3 മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്. ചൈനയുടെ മുഖ്യ ശത്രുവായ അമേരിക്കയുടെ തലവൻ ഡൊണാൾഡ് ട്രംപ് മസ്കിനെ സർക്കാരിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സ്ഥാപിച്ച ഡോജിന്റെ തലവനുമാക്കി. ഇതോടെ മസ്ക് ശത്രുസ്ഥാനത്തെത്തേണ്ടതാണെങ്കിലും ചൈനീസ് ജനത അത് വകവച്ചിട്ടില്ല. മസ്കിന്റെ മാതാവ് മയേ മസ്ക് വിവിധ ചൈനീസ് ബ്രാൻഡുകളുടെ അംബാസിഡർ കൂടിയാണ്. തങ്ങളുടെ കാറുകൾക്ക് മസ്കിന്റെ കമ്പനിയായ ടെസ്ല ഇപ്പോൾ പുതിയ ഫീച്ചറുകൾ ചൈനീസ് വിപണിയിൽ നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പുതിയതാണ് തിരക്കേറിയ നഗരത്തിലെ റോഡുകളിൽ ഓട്ടോ പൈലറ്റ് സംവിധാനം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ടെസ്ല ഈ സംവിധാനം കൊണ്ടുവരുന്നതായി അറിയിച്ചത്. ഇതോടൊപ്പം വൈകാതെ വരുന്ന മറ്റൊരു അപ്ഡേറ്റും ശ്രദ്ധേയമാണ്. ഡ്രൈവർ ശ്രദ്ധയോടെ ആണോ ഓടിക്കുന്നത് എന്ന് സൂചന നൽകുന്ന റിയർ വ്യൂ മിറർ ഫംഗ്ഷനാണ് കൊണ്ടുവരിക. അമേരിക്കയിൽ കമ്പനി നൽകുന്ന ഫുൾ ഡ്രൈവിംഗ് കേപ്പബിലിറ്റി സംവിധാനത്തിന് സമമാണ് ഇതെന്നാണ് വിവരം. ചൈനയിലെ തങ്ങളുടെ ചില മോഡലുകൾക്ക് ഇത് നൽകിയെന്നും ബാക്കിയുള്ളവയിലുള്ള ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്നുമാണ് ടെസ്ലയിൽ നിന്നുള്ള വിവരം. അതേസമയം ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സംവിധാനത്തിന് അനുമതി ലഭിക്കാൻ ചൈനയിൽ ടെസ്ല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ സ്വീകാര്യതാ നിയമങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ട് വേണം ഇക്കാര്യങ്ങൾ നേടാൻ. 2012 രാജ്യത്ത് തങ്ങളുടെ കാറുകൾ വിൽപ്പന ആരംഭിച്ച ടെസ്ല 2013 ഷാങ്ഹായിൽ തങ്ങളുടെ സ്റ്റോർ തുറന്നു. രാജ്യത്ത് ആദ്യമായി പൂർണ്ണസജ്ജമായ കാർ ഫാക്ടറി തുടങ്ങിയ വിദേശ കമ്പനിയായി മസ്കിന്റെ ടെസ്ല മാറുകയും ചെയ്തു. 2017 ഷാങ്ഹായിൽ ഇവർ ഫാക്ടറി തുടങ്ങിയത്. രാജ്യത്തെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളിൽ പ്രധാന സ്ഥാനം വളരെ പെട്ടെന്ന് ടെസ്ല സ്വന്തമാക്കുകയും ചെയ്തു. നിലവിൽ ഈ ഫാക്ടറിയിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് കാർ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും ഇവർക്കായിട്ടുണ്ട്. അതേസമയം ചൈനയിൽ ടെസ്ല നേരിടുന്ന പ്രധാന വെല്ലുവിളി BYD എന്ന കമ്പനിയിൽ നിന്നാണ്. ചൊവ്വാഴ്ച ടെസ്ലയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ BYD അവരുടെ എല്ലാ കാറുകളിലും സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ടെസ്ല വലിയൊരു വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് കാറുകളുമായി ചൈനീസ് കമ്പനിയായ BYD ഇന്ത്യയിലും സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ പൂർണ്ണതോതിൽ സ്വയം പ്രവർത്തിക്കുന്ന കാറുകൾ ഒരു കമ്പനിയും അവതരിപ്പിച്ചിട്ടില്ല. വാഹന ഭീമന്മാരായ ടാറ്റ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ LXi, IIT മദ്രാസ്, ഇൻഫോസിസ് ഇന്ത്യയിൽ ആദ്യമായി സ്വയം നീങ്ങുന്ന കാർ ഇസഡ്-പോഡ് നിർമ്മിച്ച ബംഗളൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് -0 ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തനിയെ നീങ്ങുന്ന കാർ നിർമ്മിക്കുന്ന ഭോപ്പാൽ കേന്ദ്രീകൃത സ്റ്റാർട്ടപ്പായ സ്വായത്ത് റോബോട്ട്സ് എന്നിവ ഇന്ത്യയിൽ ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന കാറുകൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ റോഡുകളുടെ മോശം അവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ പ്രയാസങ്ങളും സർക്കാരിന് ഈ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിൽ വ്യക്തത തേടാൻ കാരണമായി. നിരവധി ജനങ്ങൾക്ക് ജോലി നഷ്ടം ഇത് കാരണമുണ്ടാകുമെന്ന് സർക്കാരിന് ആശങ്കയുമുണ്ട്. മാത്രമല്ല രാജ്യത്തെ നിരവധിയായ നിയമങ്ങളെ വേണ്ടവിധം ബോധ്യത്തോടെ കാണാത്ത ജനങ്ങളും ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് സർക്കാരിന് വിലങ്ങുതടിയാണ്. മാത്രമല്ല 1988 മോട്ടോർ വാഹന നിയമവും ഇന്ത്യയിലെ ഏതെങ്കിലും നിരത്തിൽ പൂർണ്ണതോതിൽ സെൽഫ് ഡ്രൈവിംഗ് ആയ വാഹനത്തിന്റെ പരീക്ഷണ ഓട്ടവും നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മറികടക്കാൻ നിയമ ഭേദഗതി സാധ്യമായാലേ പൂർണ്ണതോതിൽ സ്വയം പ്രവർത്തിക്കുന്ന വാഹനം ഇന്ത്യയിൽ ഓടാനാകൂ.